അപ്പച്ചമാരെ നമ്മളേ ഇപ്പം രാത്രി സമയത്ത് 8:45 നമ്മൾ കക്കാടുമ്പൽ പോകണം. കക്കാടുമ്പൽ പോയിട്ട് അവിടെ റൂം എടുത്തിട്ട് രാവിലെ അവിടെ വന്ന് ജസ്റ്റ് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ റിസോർട്ട് എടുക്കാനുള്ള പ്ലാനാണ്, റൂം എടുക്കാനുള്ള പ്ലാനാണ്. ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഓൺലൈനിൽ നോക്കുമ്പോൾ ഏകദേശം 4000 കാണിക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി എടുക്കുമ്പോൾ എന്തെങ്കിലും കുറേ നോക്കാമല്ലോ. അപ്പോൾ തന്നെ പോയി നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പച്ചമാരെ ഒരു കോമഡി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കക്കാടമ്പ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച റിസോർട്ട് റൂം അത് നമുക്ക് മിസ്സായി. കാരണം അവിടെ റൂം ഫുള്ളാണ്. അവിടെ കപ്പിൾസിന് റൂമില്ല. പിന്നെ വേറൊക്കെ റൂം അന്വേഷിച്ച് നോക്കി, ഒന്നും കിട്ടിയില്ല. സ്വിമ്മിംഗ് പൂള് ഒന്നും കിട്ടിയില്ല. അത് നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്യണം. കാരണം വെച്ചാൽ നാളെ സൺഡേ അല്ലേ. പിന്നെ അത് മാത്രമല്ല ഈസ്റ്റർ കൂടി ആയതുകൊണ്ട് ഭയങ്കര എന്താണ് സീസണും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും റൂം ഫുള്ളായി. ഇപ്പം നമ്മൾ കിട്ടിയ റൂം അറിയുന്നത് ഇവിടെ ഒരു റിസോർട്ട് പോയ സമയത്ത് അവിടുത്തെ ആൾ നമുക്ക് അറേഞ്ച് ചെയ്തതാണ്. ഏകദേശം 11 മണിയായിരിക്കും സമയം ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ചെറുതായിട്ട് തണുപ്പ് കണ്ടിട്ടോ. സാധാരണ ഇതിന് മുമ്പൊക്കെ കക്കാടമ്പഴിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നൊക്കെ നമ്മൾ സീസൺ പറയുമ്പോൾ ഈ സമയത്തല്ല, ഏകദേശം ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ സമയത്ത് നല്ല കോടണം. കാരണം മഴക്കാലല്ലേ. പിന്നെ അതുപോലെ ഡിസംബർ സമയത്തൊക്കെ ഡിസംബർ ജനുവരിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഈ മെയ് മാസം ഏപ്രിൽ മാസം പറയുമ്പോൾ ഈ മാർച്ച് ഏപ്രിലൊക്കെ ചൂടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ. ആ സമയത്തൊന്നും നമ്മൾ അങ്ങനെ വന്നിട്ടില്ല. ഈ ഏരിയക്ക് കക്കാടമ്പുഴ ഏരിയക്കൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല ചേച്ചിട്ട്. ഇപ്പം നമ്മളെന്താ വെച്ചാൽ കുറേ കക്കാടമ്പുഴക്ക് വന്നിട്ട് അപ്പോൾ അങ്ങനെ വന്നാണ്. അപ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത്. പിന്നെ ഇവിടെയുള്ളൊരു പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കുരിശുമലക്ക് പോകണമെങ്കിൽ രാവിലെ പോകണം. ഉച്ചക്ക് പിന്നെ വെയിലായതുകൊണ്ട് ചൂടായിക്കണം. അത്ര ഒരു ഒരു ക്ലൈമറ്റ് കിട്ടില്ല. നമുക്ക് നേരത്തെ വെച്ച് പോകണം. അപ്പോൾ ഇനി നമ്മൾ റൂം കാണിച്ചില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചില്ല. ഫുഡ് പാടെ കഴിക്കാണ്ട് നമ്മൾ കാണിച്ചില്ല കേട്ടോ. നമ്മളേ ഫുഡ് നമ്മൾ അകമ്പാടത്ത് നിന്ന് വാങ്ങിയിരുന്നു. അവിടെ നമ്മൾ ബ്രോസ്റ്റ് വാങ്ങാൻ പോയതാണ്. പക്ഷേ ബ്രോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷവർമ്മ ഒരു ഫുള്ള് വാങ്ങി. അതിക്ക് 2 ചപ്പാത്തി, പിന്നെ നമ്മളെ ബെന്നും, ഓക്കെ. പിന്നെ 2 ആപ്പിൾ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിയാണ് കൊടുന്ന കേട്ടോ. ഞാൻ ഫുഡ് ആയിക്കട്ടെ, കാരണം വിശക്കുണ്ട്. അപ്പച്ചമാരെ നമ്മൾ ഇന്നലെ രാത്രി റൂം കാണിച്ചെന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നേരെ ഫുഡ് കഴിച്ചിട്ട് അട്ടോർക്കും. കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഈ സമയത്ത്. ഈ മാർച്ച് മാസം തന്നെ തണുപ്പ്. സാധാരണ നമ്മളൊക്കെ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ചൂടുകൊണ്ട് ഞാനൊക്കെ വീട്ടിൽ 2 ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ സമയത്തൊക്കെ അത്രക്കും ചൂടാണ്. അപ്പോൾ ഇവിടെ ഫാനും കൂടി ഇട്ടിട്ടില്ല. കാരണം തണുപ്പ്, പേരും തണുപ്പ്. രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ മാറ്റിക്കണം. എന്ന് വെച്ചാൽ തണുത്തിട്ട് കുളിക്കാൻ ഭയങ്കര മടി. അപ്പോഴേ നമ്മളെ റൂം വലിയ സെറ്റപ്പ് ഒന്നുമില്ല. 1000 ഉറുപ്പിക വരുന്നുള്ളൂ ബഡ്ജറ്റ്. അതിനുള്ള സെറ്റപ്പ് പോയി. കാരണം ഈ കക്കാടമ്പുഴ ഏരിയയിലൊക്കെ റൂം നോക്കണമെങ്കിൽ എങ്ങനെ പോയാലും 2500 3000 ഉറുപ്പിക 4000 ആ റേഞ്ച് വരുന്നുണ്ട്. 1000 ഉറുപ്പിക കൂട്ടാനല്ല. പിന്നെ ബാക്കിൽ പാത്തുമ്പേ നല്ല ഇതിൽ ചൊറുക്കായിട്ട് ഒരുങ്ങിക്കുണ്ടോ. ക്യാമറിന് ഒരു ഇതായിരിക്കുക, കുറവായിട്ടിരിക്കുക. ഇതാണ് കേട്ടോ റൂം. അതിൽ 2 ബെഡ് വരുന്നുണ്ട്. ഇവിടെ 3 ആൾക്കും അവിടെ 2 ആൾക്കും. അപ്പോൾ ഇങ്ങനെ ചെക്കന്മാരൊക്കെ ആയിട്ട് വരുമ്പോൾ റൂം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റൂം ജസ്റ്റ് നോക്കി വെച്ചോ. അഥവാ നിങ്ങൾക്ക് പറ്റണി എടുക്കാമല്ലോ. 1000 ഉറുപ്പികക്ക് നല്ല കുഴപ്പമില്ലാത്ത റൂമാണ്. അപ്പോൾ ഞാനേ ആദ്യമൊക്കെ വീഡിയോ എടുത്തിരുന്നത് ഈ ഒരു 12 Pro Max ഈ ഡിസ്പ്ലേക്ക് ലൈനുള്ള കാരണത്താൽ ഒരുപാടൊക്കെ ഇത് ടെക്നീഷ്യനല്ലേ എൻ്റെ ഫോൺ ലൈനാണ്, അതിക്ക് മാറ്റിക്കൂടെ, അങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടോ. പിന്നെ സെക്കൻഡറി ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്ത് 13 Pro Max ആയിരുന്നു. അത് ഞാൻ ബോർഡ് വർക്ക് ചെയ്ത ഫോണാണ്. ആ ഫോണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പിന്നെ കംപ്ലൈൻ്റ് ആയി. പിന്നെ ഞാൻ മുമ്പ് നന്നാക്കാൻ നിന്നില്ല. കാരണം വെച്ചാൽ ഇനി എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല. അത് ഇനിയും ഇങ്ങനെ കംപ്ലൈൻ്റ് ആവും. പിന്നെ നന്നാക്കേണ്ടി വരും.
അതിൻ്റെ ഇടയിൽ ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് S24 എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് 4-ാം മാസമുണ്ട്. പക്ഷേ ഈ ഫോണിൽ ഇപ്പോൾ വ്ളോഗ് ചെയ്ത് നോക്കി, ഇതിലൊക്കെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇതിലിട്ടത്. അപ്പോൾ എനിക്ക് അത്ര ഐഫോണിൻ്റെ അത്ര ഉണ്ട് ഇത് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഫോൺ എന്താ ഒന്നട മാറ്റി, ഇന്നലെ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മൾ പുതിയ ഫോണിലാണ്. ഈ ഫോൺ എടുത്ത ഫസ്റ്റത്തെ നമ്മൾ ഈ വ്ളോഗാണ്. ഫോണ് ഏതാ കാണിച്ചു തരാം. കണ്ടില്ലേ, iPhone 16 Pro Max 512GB. 512 നമുക്ക് തികയില്ല, കാരണം അത്രത്തോളം നമ്മുടെ വീഡിയോ വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും മാക്സിമം നമ്മൾ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, അത്ര. ഏതായാലും നമ്മളിനി നാളെ നിൽക്കുന്നില്ല, നമ്മൾ നേരെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോവാം. പിന്നെ സമയം 7 മണിയൊക്കെയുണ്ടോ. ഇപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോട കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കുരിശുമലയ്ക്ക് ഇങ്ങോട്ടാണ്, ഈ റോട്ടിലൂടെ പോകട്ടോ. പിന്നെ നമ്മുടെ കോയിപ്പാറ വെള്ളച്ചാട്ടം ആ റോഡാണ് ഈ കാണുന്നത്. അതിൽ ഈ ഒരു കാണുന്ന റൂമാണല്ലേ, ആ റൂമാണ് നമ്മൾ എടുത്തിട്ടോ. ഡേ മേലെ നല്ല കോടുണ്ട്, അങ്ങോട്ട് നോക്ക്. എന്താ എൻ്റെ കുറവ്. ഇതാ കേട്ടോ നമ്മളെ റൂമിൻ്റെ കോണ്ടാക്ട് നമ്പർ. ഇങ്ങോട്ട് പോയ വെള്ളച്ചാട്ടവും പിന്നെ പാർക്കും അല്ലേ. നമ്മളേ പോവേണ്ട സ്ഥലത്തേക്കുള്ള റൂട്ടാണിത്, ഈ റൂട്ട്. ഇവിടെ അല്ലേ കുരിശുമല പാർക്ക് എന്താ റോഡ്. അതായത് കുറച്ചുള്ളൂ, പക്ഷേ ഞാൻ കുറേ മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ മേലേക്കാണ് പോയോട്ടെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിങ്ങനെ നമുക്ക് മനസ്സിലാവും. കോട ഇങ്ങനെ നിറഞ്ഞോടിക്കണേ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ കോട ഇങ്ങനെ കുറഞ്ഞ് വരും. അതിന് മുമ്പായിട്ട് അവിടെ എത്തണം. ഇവിടെ ഒരു റൂൾസ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം സഞ്ചാരികൾ കൂടുതലായിട്ട് വന്നിട്ട്, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ റോഡില്ലായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ബൈക്കിട്ട് മേലെ കയറ്റം പോയിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റില്ല, അവിടെ ചങ്ങല ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകണമെങ്കിൽ ജീപ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ ജീപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ജീപ്പ് പോകാം, കാരണം വെച്ചാൽ കുറേ കയറാണ്ട് ഇവിടെ. വരുന്നുണ്ടോ? വേണ്ടി കേക്ക് കഴിക്കോ? റോഡ് പറ്റ പോയിട്ടില്ലേ? അന്നൊന്നിപ്പോ ഇതിലാവണ സെറ്റപ്പ് ചെയ്യും. ഇപ്പൊ ഫുള്ള് ഓഫ് റോഡായി. 44 അല്ലേ? പുറത്ത് നമ്മളിപ്പോ 44 ജീപ്പ് വന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ വണ്ടി അതോ? ആ
ഇത് ഇതാണ് കുരിശുമലല്ലേ? ഏറെ വൈബ് ഏതാ? ആ ആ കോട അതിലുണ്ടാവും. അതിൽ അവിടെ പോയേക്കോ. ആ ആ വെയിറ്റിംഗ് ഇല്ലേ? ഇപ്പൊ സമയത്തിനായി ഒരു അരമണിക്കൂർ കൊണ്ട് വരും. നമുക്ക് അവിടെ പാടെ രണ്ടും പാടെ കയറിയിട്ട് പെട്ടെന്ന് തരാം. ആ ഓക്കെ. നിങ്ങൾ നമ്പർ തരുമോ? എന്ത് ചോദിച്ചിട്ട് അതിൻ്റെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ. എനിക്ക് തടി കുറയണമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ലേ? എന്ത് ഈ തടി പറയണോ? നടക്ക്, നേരെ കിടക്ക്, നടക്ക് നടക്ക്. പറ്റില്ല. പിന്നെ നമ്മളേ കുരിശുമല സംഭവം അതാട്ടോ. അവിടെ കാണാൻ ആ ചക്കന്മാരൊക്കെ കണ്ടില്ലേ? അവിടെ കുരിശുമല. ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഇവിടേക്ക് ഈ മലയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ ജീപ്പ് ഡ്രൈവർ പറഞ്ഞു ഒന്നും കൂടി ഹൈറ്റ് ഉള്ളത് ഈ കാണുന്ന മലയുടെ. അപ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എനർജി ഉണ്ടെങ്കിൽ കുരിശുമലയ്ക്ക് പോവുക. 9 മണിയാകുമ്പോൾ ജീപ്പ് റിട്ടേൺ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ വന്ന് നിൽക്കുക. വേഗം പോരി, അല്ലെങ്കിൽ കോടൊക്കെ ഇങ്ങനെ ഉരുകി പോകുന്നുണ്ട്. പക്ഷേ അവിടത്തില്ലാറെ കോട ഇവിടെ കേട്ടോ. പിന്നെ റോഡൊക്കെ പറ്റ മോശമായിക്കണേ. ബൈക്കൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് കയറ്റി വിടൂല എന്നവർ പറയുന്നത്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ ഇനി ടിക്കറ്റ് വരും. ഇപ്പോൾ ടിക്കറ്റില്ല. കുറച്ചും കൂടെ കഴിഞ്ഞാൽ വികസനം കൂടിയോണ്ട് ഒരു ടിക്കറ്റ് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. ഡ്രൈവർ അതാ പറഞ്ഞിട്ടോ. അയ്യോ, ഇപ്പോൾ സെനിയറൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും. ഓൻ ചിലപ്പോൾ സ്ലിപ്പ് അവിടെ ചെരുപ്പ് സെനിയറേ ജിദ്ദേന്നേ ഓനിങ്ങനെ വീഡിയോ ഇങ്ങനെ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അന്നൊക്കെ ഞാനും ഓനൊക്കെ സ്പ്ലെൻഡർ ഉണ്ടല്ലോ, ആ സ്പ്ലെൻഡറുമേ അവിടെ ഒറ്റ വന്നിക്കണേ. അന്നൊന്നും റൂൾസുകളില്ല. നമുക്കിങ്ങനെ വരിക, വണ്ടി എടുത്ത് വരിക, മേലേക്ക് വന്നിട്ട് അന്നൊക്കെ വ്ളോഗ് ചെയ്ത് പോവുക. ഇപ്പോൾ അവിടെ നിന്ന് താഴത്ത് വരണമെങ്കിൽ ഒന്നീ നടന്ന് വരണം, അല്ലെങ്കിൽ ജീപ്പ് എടുക്കണം. ജീപ്പിന് ഇത്ര 500 റുപ്യയുണ്ട്. നമ്മൾ രണ്ടാളായതുകൊണ്ട് 300 റുപ്യക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമറ ഒക്കെ പിടിച്ച് വ്ളോഗ് ചെയ്യേണ്ടപ്പോൾ ഡ്രൈവർ ഒന്നുണ്ട് സംഭവം സെറ്റാക്കിയാണ്. ഓക്കെ, അതൊന്നും ആരോട് എവിടെയും പറയണ്ട. ഒന്നും വേഗം പാടി പിന്നെ എന്ത് ആ മല കാണുന്ന കൂടിയില്ല. ഇപ്പോൾ അവിടേക്കായി കോട. ഇത് കോട ഇങ്ങനെ വന്ന് പോവുക. വാ
ഈ അവസ്ഥയിൽ പോവാണേലേ കുരിശുമലക്ക് പോകാനുള്ള എനർജി കാലിനുണ്ടാവില്ല. വാ, കാലും മസിനോട് എന്തൊക്കെ കയറുന്നുണ്ട്. ഇതിൻ്റെ കാൽ ഭാഗം കയറിയിട്ടുള്ളൂ, ഇനി മുക്കാൽ ഭാഗം കയറാണ്ട്. ഇതാണ് സ്ലിപ്പ് ആവുകയാണ് ചെരുപ്പ്. നമുക്ക് ഓഫ് റോഡ് കയറാം, അതാകുമ്പോൾ പിന്നെ സ്ലിപ്പിങ്ങും ഇല്ല. അല്ലോ, ഇവിടെ എത്തിയിട്ടുള്ളൂ. അത് നോക്കിക്കണ ഇങ്ങോട്ട് പാണ്ടേ. ഒറ്റക്ക് പോകണം, ഒറ്റക്ക് പോകണം. ഇപ്പോൾ ഒറ്റക്ക് പോയപ്പോൾ എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഞങ്ങളെ സാധാരണ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഏട്ടനും ഓരോ വൈഫും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഞങ്ങളും അങ്ങനെ പോവാറ്. ഇങ്ങനെ ഒറ്റക്ക് ട്രിപ്പ് പോവാറില്ല. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഓരോ കൊല്ലം എത്ര മാസമായിടി? ജനുവരി കഴിഞ്ഞില്ലേ? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 3 മാസം. 1 വർഷവും 3 മാസമായി. ഇപ്പോഴാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് അത്രയും, അതായത് 15 മാസത്തിന് ശേഷം ഒറ്റയ്ക്ക് ഞങ്ങൾ ട്രിപ്പ് പോന്നെ. അല്ല, ഇനിയെന്ത് കാരണം? ഇപ്പോൾ ഒരു പകുതിയായി, ഇനിയൊരു പകുതിയും കൂടി. ഇത് പകുതി ആയിട്ടുള്ളൂ, ഇനി പോരെ, ഇനിയൊരു പകുതിയും പാടെ. പിന്നെ നമ്മളെ ഏറ്റവും ടോപ്പ് എത്തിട്ടോ. ട്രക്കിങ് അറിയുമ്പോൾ വല്ലാത്ത ട്രക്കിങ് ആയി പോയി അല്ലേ. സൂര്യൻ കണ്ടില്ലേ? കൈയുടെ തൊട്ടാണ്ടോ? കൈ കാണോ? എൻ്റെ കൈ തൊട്ട അവിടെ സൂര്യൻ തട്ടി. ഡേ, ഇത് പോന്നില്ലേ? ചങ്ങന്മാരെ നമ്മളെ ഏറ്റവും വരെത്തിയിട്ടുണ്ടോ. ഇവിടെ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ട് ഫാമിലി ആയിട്ടും ചെറുക്കന്മാരായിട്ടും കപ്പിൾസായിട്ടും കുറേ ആൾക്കാരുണ്ട്. അവിടെ ഉണ്ട് ചെക്കൻ ഒറ്റക്ക ആളുടെ പാട്ടൊക്കെ ഇട്ടിരിക്കണേ. പിന്നെ നമ്മൾ കക്കാടം പോലെ വന്ന സ്ഥലം, അതായത് ഏതാ ഇപ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നില്ല. പിന്നെ ആ ഒരു പാറണ്ടോ, അവിടെ ചെക്കന്മാരുണ്ടോ. എങ്ങനെയാണോ ഇവരൊക്കെ എത്ര ടൈം എടുത്തിട്ട് അവിടെ എത്തിണ്ടോ? ഇവിടെയൊക്കെ എത്ര തന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട്. എങ്ങണ്ട് നമ്മളെ പ്രകൃതി ഭംഗി? ഇവിടെ ഇതൊന്നും ഉണ്ടാത്തേ ഡേ. കക്കാടം പോലെ കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. അവിടെ നോക്ക്, ക്യാമറ ഓണാക്കിയാൽ അങ്ങനെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് ക്യാമറ ഓഫാക്കിയാൽ വീട്ടിൽ നിന്നൊക്കെ പറയാം നമുക്ക് യൂട്യൂബ് എടുക്കുക, വ്ളോഗ് ചെയ്യുക, അവിടേക്ക് പോവുക, ഇവിടേക്ക് പോവുക. തള്ളിയാൽ മറിച്ചു. ക്യാമറ ഇങ്ങനെ ഓണാക്കിയാലോ ഈ ഇരുത്താണ്. എന്താ ഇതിന് ക്ലിയർ നോക്കടി, എന്താ രസം അറിയാം. ഇത് നോക്കടി, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. അപ്പോൾ ചങ്ങന്മാരെ കോട അവിടെ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, ഇതന്നെ പണി. സംഭവം ഭയങ്കര വൈബായി പോയിട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വിമാനം പോണ്ട് കാണില്ല. അയ്യോ, ഏക്കൂടെ വിമാനം പോണത്. രസമല്ലേ? കുറവട്ടിയാണ് ഇങ്ങനെ
എന്താ പറ്റി? നാളത്തെ ആ ചെക്കന്മാർ ഇന്ന സ്ഥലമാണ് ആ പാറ. അതിപ്പോൾ കാണാനല്ല കോട കൊണ്ട്. ചെക്കന്മാർ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കണ്ടോ, അങ്ങനെ പോണ്. അല്ല നമ്മൾ നീച്ചപ്പോൾ കണ്ടല്ലോ ഇവിടെ കോട പിന്നെയും വന്ന്. നമ്മൾ നീച്ചാൽ നിൽക്കില്ലേ കോട എത്ര വരാൻ. അതാ അപ്പോൾ ഇപ്പോൾ തീരെ കാണില്ല. നേരത്തെ അവിടെ ആ മലയും അവിടെ വീട് കണ്ടേ, ഇപ്പം നല്ലോണം ഉണ്ട് കേട്ടോ. എന്തേ അപ്പം നമുക്ക് ഇനി അടുത്ത കുരിശ് നോക്കുക. അടക്കേ നമ്മളെ കയറി വന്നപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇറങ്ങും വേണ്ടേ, എത്ര കാലം ഇറങ്ങണം അറിയാം. ഇപ്പോൾ കടീക്കണം എത്തണം. ഈ റോഡേ ഇത് റോഡല്ല വഴി കേട്ടോ, രണ്ടും പറയാം. ഇത് ഇവിടെ ഒക്കെ ഒന്നും കുഴപ്പമില്ല. അവിടെ ഉണ്ടോ, അവിടെ കുറച്ച് ഡേഞ്ചറാണ്. ഇതാണ് കേട്ടോ റോഡ്, കണ്ടില്ല അവസ്ഥ കണ്ടില്ലേ. ഇത് കയറി തന്നെ ചെരുപ്പ് കൈ പിടിച്ച് പാറന്ന് പിടിച്ച് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ അതേപോലെ ഇറങ്ങണം. ഇതിങ്ങനെ കയറി പോകണം. നമ്മളേ ഇപ്പോൾ കയറിയ കുന്നാണ് അതെ. അല്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ കയറി ഇങ്ങനെ പോകേണ്ടി വേണം. ഇവിടെ ഉണ്ടല്ലേ പോലും അവിടെ കയറണ്ട ഏറ്റവും മേലെ. അവിടെയാണ് കുറച്ച് ഡേഞ്ചർ, കാരണം അവിടെ നല്ല ഞാൻ നേരത്തെ കണ്ടില്ലേ കുത്തനെ ഇറങ്ങാനും കയറാൻ നല്ല റിസ്ക്കാണ്. ഞമ്മളടുത്ത് കുരിശുമല, സൂര്യനെ കണി ചെറുതായി അവിടെ. ഇത് ചോദിച്ചില്ല അവിടെ ടെൻ്റ് അടിച്ചാണ്ട് കടന്നു തുടങ്ങിയാൽ ഇപ്പോൾ ഇതാണ് ഷീറ്റാണ്ടോ, ഇതൊക്കെ അവിടുത്തെ പാടിയിട്ട് വരികയാണ് കേട്ടോ. അമ്മ കാറ്റേരം ടെൻ്റ് അടിക്കാൻ പറ്റില്ല, കടന്നു വന്നാൽ കഴിയില്ല, നീച്ച് പോയേണ്ടി വരും. അങ്ങനെ നമ്മൾ കുരിശുമൊക്കെ എത്തിയിട്ടുണ്ടോ. കുരിശിൻ്റെ നമ്മൾ ഇതിനു മുമ്പൊക്കെ രണ്ടര മുമ്പൊക്കെ ഉണ്ട്. അന്ന് ചങ്ങായിമാരെപ്പാണ്, ഇന്ന് പാത്തുമാൻ്റെ ഒപ്പം. ഞങ്ങളവിടെ സനീറും ഞാനും ടെൻ്റില്ലേ വിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേ ഡേ എന്നോട് ആ കുരിശിനോട്. പക്ഷെ ഇവിടേക്ക് കോടല്ല കേട്ടോ, ഇവിടേക്ക് കോട പോയി. സമയം 9 മണി. ഇവിടേക്ക് വരികയാണെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം. 9 മണി കഴിഞ്ഞാൽ കോട പോകും, പിന്നെ വെയില, പിന്നെ പെരും ചൂടാ. അപ്പോഴേ നമ്മൾ വന്ന സമയത്ത് കുറേ ഏക്കറുണ്ട്, ഇവരൊക്കെ പോയിട്ട് അപ്പോൾ നമ്മൾ ഒറ്റക്കായി. അപ്പോൾ എങ്ങോട്ട് അടിപൊളിയില്ലേ. കോട ഇവിടെ എന്ന് വെച്ചാൽ വെയിലുണ്ട്, എന്ന് വെച്ചിട്ടുണ്ടോ വെയിലുണ്ടല്ലേ, വെയിലില്ല വേണ്ടി ചൂടുണ്ട്. പക്ഷേ തണുത്ത കാറ്റ് വരുമ്പോൾ എന്തോ കുളിരറിയോ, ഒരു ഒരു പറഞ്ഞറിയിക്കാത്തൊരു കുളിരാണ് ആ തണുത്ത കാറ്റ് വരുമ്പോൾ. പക്ഷെ രാവിലെ വന്നാൽ നല്ല സുഖമാണ്, വെയിലുണ്ടാവില്ല. നമ്മൾ രാവിലെ അവിടെ പോയി നരമ്പകി, അതാണ് സംഭവിച്ചത്. ചേച്ചി നമ്മളോട് റൂമിൽ ചേച്ചി പറഞ്ഞാണ് രാവിലെ പോയിക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞേ. നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തേക്കും പോകുമ്പോൾ നേരം വൈകിട്ടില്ല പോവുക. പിന്നെ ഞങ്ങൾ അവിടെ കാണുന്ന റിസോർട്ടുണ്ട്, അത് കാണിച്ചതാ. ഈ കാണുന്ന റിസോർട്ടുണ്ടോ ഇവിടെ കാണുന്നത്, ഈ റിസോർട്ട് ഞാൻ കേട്ടോ, അതായത് അവിടുന്ന് പോരുമ്പോൾ തന്നെ അവിടെ റൂം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വന്ന് വേറൊക്കെ റൂം ഒന്നും നോക്കാതെ ഇവിടെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഒക്കെ ഫുള്ളായിട്ടുണ്ട്. കാരണം
സൺഡേ ആണ്, റൂം ഫുള്ളാണ്. പിന്നെ 10:30 ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ വേറെ ഡോർമെറ്ററി ഉണ്ട്, ഡോർമെറ്ററി റൂമുണ്ട്. അത് പിന്നെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇത് കിട്ടിയില്ല. പക്ഷെ അവിടെ എടുത്ത് കഴിഞ്ഞാൽ മെച്ചെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, സ്വിമ്മിംഗ് പൂൾ ചാടാം. പക്ഷെ ഇനി കുഴപ്പമില്ല, നമ്മളിഞ്ഞ് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഒരു ദിവസം റൂമൊക്കെ എടുക്കാം, സെറ്റാക്കാം. ഇനി നമുക്കേ അങ്ങനെ നീട്ടി വലിച്ചണ്ട, നമുക്ക് ഇനി ഇവിടെ വെല്ലണം ഇറങ്ങി പോവാം. അപ്പം നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം അല്ലേ? പോവല്ലേ? പോണ്ടേ? ഞങ്ങൾ ജീപ്പാരുണ്ടല്ലോ, ഞങ്ങൾക്ക് കണ്ടറിഞ്ഞിട്ട് വെള്ളമൊക്കെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ വെള്ളം വേണം ചോദിച്ച്. അയാൾ നമ്മൾ അവിടുത്തെ മല, അപ്പുറത്തെ മല, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അയാൾ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് ഈ മലയിലേക്ക് വരുന്ന ആ റോഡിൽ ഇറക്കി തന്നിട്ടോ. കാരണം അയാൾ ഭയങ്കര എന്തല്ല, നമ്മളെ നല്ല കെയർ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ലക്കന്മാരൊക്കെ ഞാൻ നടന്നാണ്ടും ഒക്കെ വരുന്നത്, ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് എന്നിട്ടാണ് അവർക്ക് ജീപ്പ് വെച്ച് വരുന്നത്. നമുക്കങ്ങനെ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ജീപ്പ്, അങ്ങോട്ട് പോകാനും ജീപ്പ്. 9:00 അയാൾ വരും. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. ആ പുല്ല് പറയേ എത്തല്ലേ? ക്യാമറ അവിടെ മുഖത്തൊക്കെ കാണിച്ചപ്പോൾ മുണ്ടാതെ പോയി. ഞാൻ ക്യാമറ ഓഫാക്കിയാലോ തൊള്ളേണി, ചെവിയിൽ പഞ്ഞ വെക്കേണ്ടി വരും. കടയിലൊക്കെ പോയാണ്ടല്ലോ ഉമ്മോ ഇങ്ങനെ അറിയണ പെരിയിലും കടയിലും ഒക്കെ. ക്യാമറ ഉണ്ടാക്കിയാണ്ടില്ലേ സൈലൻ്റാ. ഓ നല്ല കാറ്റ്. നമ്മളെ ജീപ്പ് ഡ്രൈവർ ഉണ്ടല്ലേ, കറക്റ്റാ 9:35 വണ്ടികൾ വന്ന് അവിടെ ലാൻഡ് ചെയ്തു അല്ലേ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കാത്തുക. മൂപ്പരെ പോലെ ഒരു ഡ്രൈവർ, അത് വേറെ ലെവലട്ടോ. കാരണം മൂപ്പര് കുറേ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കി തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഇത് കിട്ടണം നമുക്ക്. ഇപ്പോൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇനിയിപ്പോൾ 100 റുപ്യ 200 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇങ്ങോട്ട് നല്ല ഹെൽപ്പ് കിട്ടണം. അങ്ങനത്തെ ഡ്രൈവർമാർ, അങ്ങനത്തെ ഇത് കിട്ടുമ്പോൾ അത് പറഞ്ഞറിയിക്കാത്ത ഒരു സ്നേഹം. റോഡൊക്കെ പൗതി പോയി.
അങ്ങനെ നമ്മൾ കക്കാടമല്ല് അടിയിലേക്ക് എത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നിർത്തിയിട്ടുണ്ട്. വണ്ടി പാർക്കിംഗ് ചാർജ് 10 റുപ്യ. ജീപ്പ് അങ്ങോട്ട് 500 നമുക്ക് 300 റുപ്യക്കാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഇങ്ങോട്ടും പിന്നെ നമ്മൾ വെയിറ്റിങ്ങും ചെയ്തില്ലേ, അങ്ങനെ ടോട്ടൽ 700 റുപ്യാണ്. മൂപ്പര് സാധാരണ 1000 രൂപയാണ് വാങ്ങുന്നത്, പക്ഷെ നമ്മൾ രണ്ടാളായതുകൊണ്ട് 700 റുപ്യ. ഓക്കെ, അതിൽ വെള്ളക്കുപ്പി ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ ചിലവായത് പെട്രോൾ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചിട്ട് ബാക്കി ഇഞ്ഞുണ്ട് 4 കട്ട താഴത്തേക്കത്തെ പറയും. പിന്നെ റൂമിൽ 1000. ഇനി ബാക്കി നമുക്ക് എത്ര നോക്കട്ടെ കേട്ടോ.